വൃക്കരോഗം ബാധിച്ച് നിർധനയായ വീട്ടമ്മ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നു. മൂവാറ്റുപുഴ നഗരസഭ 27-ാം വാർഡിൽ താമസിക്കുന്ന പേച്ചി അമ്മാളും കുടുംബവുമാണ് വൃക്ക മാറ്റിവെക്കുന്നതിനായി സഹായം അഭ്യർത്ഥിക്കുന്നത്. നഗരസഭ അധികൃതരുടെ ആഭിമുഖ്യത്തിൽ ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് ഫണ്ട് ശേഖരണം ആരംഭിച്ചിട്ടുണ്ട്. വൃക്കരോഗം ബാധിച്ച നിർധന വീട്ടമ്മ സുമനസ്സുകളുടെ സഹായം തേടുന്നു. മൂവാറ്റുപുഴ നഗരസഭ 27-ാം വാർഡിൽ താമസിക്കുന്ന പേച്ചി അമ്മാളും കുടുംബവുമാണ് വൃക്ക മാറ്റിവെക്കുന്നതിനായി സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നത്. 3 വർഷമായി വൃക്ക തകരാർ മൂലം ഡയാലിസിസ് ചെയ്തു വരുന്ന പേച്ചി അമ്മാളിന് വൃക്ക മാറ്റിവെക്കണമെന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശികളായ പേച്ചി അമ്മാളും പാചക തൊഴിലാളിയായ ഭർത്താവ് വെങ്കിടേഷും 2 ചെറിയ കുട്ടികളുമടങ്ങുന്ന കുടുംബം വർഷങ്ങളായി മൂവാറ്റുപുഴയിലാണ് താമസം. വാടക വീട്ടിലാണ് ഇവരുടെ താമസം. ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 15 ലക്ഷത്തോളം രൂപ കണ്ടെത്താനാവാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം. മൂവാറ്റുപുഴ നഗരസഭ അധികൃതരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ നിധി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പേച്ചി അമ്മാളിൻ്റെ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കും ആവശ്യമായ പണം സ്വരൂപിക്കുന്നതിനായി വാർഡ് കൗൺസിലറുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ടെന്നും സുമനസ്സുകൾ സഹായിക്കണമെന്നും നഗരസഭ അധികൃതർ പറഞ്ഞു. പേച്ചി അമ്മാളിനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി ഏവരുടെയും സഹായ സഹകരണങ്ങൾ ആവശ്യമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി പേച്ചി അമ്മാളിൻ്റെ വീട് സന്ദർശിച്ചതിന് ശേഷം പ്രതികരിച്ചു. പേച്ചിയമ്മാൾ 2 കുട്ടികളുടെ അമ്മയാണ്. ചെറിയ കുട്ടികളാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇപ്പം നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്നുള്ളതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുള്ള എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഓപ്പറേഷന് വേണ്ടി ചെലവാകുന്ന ഒരു തുക ഇവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബാലികേറ മല തന്നെയാണ്. ഒരിക്കലും സാധ്യമായ ഒരു എമൗണ്ട് അല്ല. 15 ലക്ഷം രൂപയോളം ഹോസ്പിറ്റലിൽ സർജറിക്ക് വേണ്ടി ആവശ്യമുണ്ട്. തുടർ ചികിത്സകൾക്ക് വേണ്ടി ബാക്കി വരുന്ന തുകയും ആവശ്യമുള്ളതാണ്. പേച്ചിയമ്മാൾ ഈ നാളുകളിൽ തന്നെയുള്ള ചികിത്സയ്ക്ക് തന്നെ ഈ ഒരു കുടുംബം ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അതും ആ ഒരു വാടക വീടിന്റെ ഉടമസ്ഥൻ അവർക്കത് സൗജന്യമായി വാടക വാങ്ങിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പം കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് അവരുടെ ഒരു സഹായത്താലും കൂടിയാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. തമിഴ്നാട് സ്വദേശികളാണ്. അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന പോലെ 30 വർഷങ്ങളായി മൂവാറ്റുപുഴ നഗരസഭയിലെ അംഗങ്ങളാണ്. ഇക്കാലങ്ങളായിട്ട് ഇവിടെ തന്നെയാണ് ജീവിക്കുന്നത്. പേച്ചിയമ്മാളിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വെങ്കിടേഷ് ഹോട്ടലിലെ ഒരു പാചക തൊഴിലാളിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് മക്കളുടെ വിദ്യാഭ്യാസവും പേച്ചിയമ്മാളുടെ ചികിത്സയും ഒക്കെ നടത്തി പോയിക്കൊണ്ടിരിക്കുന്നത്. വാടക വീട്ടിൽ താമസിക്കുന്ന പേച്ചി അമ്മാളിൻ്റെയും കുടുംബത്തിൻ്റെയും ദുരവസ്ഥ കണക്കിലെടുത്ത് വീട്ടുടമ വാടക ഒഴിവാക്കി നൽകിയിട്ടുണ്ട്. പേച്ചി അമ്മാളിനെ സഹായിക്കുന്നതിനായി അക്കൗണ്ടിൻ്റെ QR കോഡും അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങളും താഴെ നൽകുന്നു. കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. ഓട്ടോണമസ് പദവിയുടെ തിളക്കത്തിൽ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് 1/4 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം. NBA, NAT അക്രഡിറ്റേഷനുകൾ, മൾട്ടിനാഷണൽ കമ്പനികളിലടക്കം മികച്ച പ്ലേസ്മെന്റ്, അന്തർദേശീയ നിലവാരമുള്ള ലാബുകൾ, അക്കാദമിക് എക്സലൻസിനോടൊപ്പം വൈവിധ്യമാർന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, BTech കോഴ്സുകൾ, MBA, ആഗോള തൊഴിൽ സാധ്യതകളുമായി ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ.